മുഖ്യമന്ത്രിയുടെ മുൻ പേഴ്സണൽ പൊളിറ്റിക്കൽ സെക്രട്ടറി കൂടിയായ പ്രദീപ് കുമാർ, മുൻ MLA കൂടിയായിരുന്നു. അദ്ദേഹം ഇപ്പോൾ റിയാസിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം പ്രതികരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ കൃത്യമായി രാഷ്ട്രീയപരമായി ഇതിനെ നേരിടും എന്നുള്ളത് തന്നെയായിരുന്നു CPM-ന്റെ നിലപാട്. ആ നിലപാട് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നതും. എന്തായാലും പ്രദീപ് കുമാറിൻ്റെ വാക്കുകളിലേക്ക്. 12 ഇടങ്ങളിലാണ്. അതെ. അല്ല, ഇതൊരു കേന്ദ്ര സർക്കാരിൻ്റെ സംഘപരിവാറിൻ്റെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള നീക്കമാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിനെ തുടർന്ന് കൂടെയുള്ളൊരു സാഹചര്യം. ഇത് തെരഞ്ഞെടുപ്പിനൊക്കെ വളരെ മുമ്പേ തന്നെ വളരെ വിശദമായി ആസൂത്രണം ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അത് ഇലക്ഷനിലെ പല പ്രോസസ്സോടെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരാനിരിക്കുകയാണ്. എന്ന് വെച്ചാൽ അത് ഇങ്ങനെയുള്ളൊരു ടാർഗറ്റ് വെച്ചുകൊണ്ട് ഒരു ഗ്രാൻഡ് ഡിസൈൻ അതാണ് ഉണ്ടായത്. അപ്പോൾ അതിനെ രാഷ്ട്രീയമായിട്ടും നിയമപരമായിട്ടും സ്വാഭാവികമായിട്ടും നമുക്ക് അങ്ങനെയല്ലേ നേരിടാൻ പറ്റുക. ഈ BJP ഇതര കക്ഷികളിൽ നിന്ന്, വിശേഷിച്ചും പിന്നെ ഇന്ത്യയിലെ ഒരു പ്രധാന പ്രതിപക്ഷമായിട്ടുള്ള കോൺഗ്രസിൽ നിന്ന്, കേരളത്തിലെ കോൺഗ്രസിൽ നിന്ന് നേരത്തെ ഒരു വിചിത്രമായിട്ടുള്ളൊരു ആവശ്യം നമ്മൾ കണ്ടു. കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് പിണറായിക്കെതിരെ എന്തുകൊണ്ടാണ് ED കേസെടുക്കാത്തത്, ഇവിടെ എടുക്കാത്തത്? എന്നാൽ EDയുടെ ഈ വിവേചനപരമായിട്ടുള്ള ED എന്ന് പറഞ്ഞാൽ ഒരു എക്സ്റ്റൻഡഡ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയും RSSൻ്റെ, അവരുടെ പീഡനങ്ങൾക്കെതിരെ അരവിന്ദ് കെജ്രിവാളും പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും ഇന്ത്യയിലാകമാനം ഇവരുടെ വേട്ടയാടലിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലാകെ. ആ സന്ദർഭത്തിൽ പ്രതിപക്ഷത്ത് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ആണെന്ന് ഈ ആവശ്യം ഉന്നയിച്ചത്. അപ്പോൾ അവരുടെ ഒരു ഗവൺമെൻറ് ഇവിടെ വന്നു. വന്നപ്പോൾ ആ സൗകര്യം കൂടെ ഉപയോഗിച്ചുകൊണ്ട് അത് ഇലക്ഷന് മുമ്പ് തന്നെ ആസൂത്രണം ചെയ്യപ്പെട്ട ഒരു വലിയ ഒരു പദ്ധതിയുടെ ഒരു ഡിസൈൻ്റെ ഒരു തുടർച്ച എന്ന നിലയിലാണ് ഇപ്പോൾ അതിൻ്റെ സാഹചര്യങ്ങൾ വരുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും നടക്കില്ലല്ലോ. അപ്പോൾ ഇത് തികച്ചും രാഷ്ട്രീയമായിട്ടുള്ള നീക്കമാണ്. ഇന്ത്യയിൽ അങ്ങോളം പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർക്ക് നേരെ ഈ വിദ്യ കുറേ കാലമായി പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയമായിട്ടും നിയമപരമായിട്ടും ഞങ്ങളതിനെ നേരിടും.